ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ പ്രളയം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞാൽ റവന്യൂ വകുപ്പും പൊതുഭരണ വകുപ്പുമായിട്ടുള്ള തർക്കവും പ്രധാന ഘടകമാണ്. റവന്യൂ മന്ത്രി കൈകാര്യം ചെയ്യണം, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. അതുകൊണ്ട് ഒന്നാം പ്രളയം മുതൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം കോൺട്രവേഴ്സ്യലാണ്. ദുരന്തങ്ങൾക്ക് അറുതി വരുത്താനുള്ള ഒരു പ്രവർത്തനവും ആ അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അല്ല, അത് തന്നെയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇത് ഒന്നാം പ്രളയം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് 2018 മുതൽ. അതിപ്പോഴും അതിൻ്റെ പോക്ക് ശരിയല്ല എന്നാണ് ഹൈക്കോടതിയുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തിനൊരു സ്ഥാനം തീർച്ചയായിട്ടും പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഒരു ക്രൈസിസിൽ കൂടെ വന്നതല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തൊരു പരിഗണന അദ്ദേഹത്തിനുണ്ടാവും. അല്ല, അത് ഏത് പോസ്റ്റ് വേണമെന്നൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യും. കാരണം ഒരു ക്രൈസിസിൽ വന്ന ആളെ ഒരിക്കലും പാർട്ടി കൈവിടില്ല. മുമ്പ് എല്ലാവരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നിന്ന് എല്ലാവരും BJP ആവുന്നു എന്നാണല്ലോ. ഇപ്പോൾ BJP നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ളൊരു മാന്യത തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അല്ല, അദ്ദേഹത്തിൻ്റെ വരവ് പാർട്ടിക്ക് ഒരു ഊർജം പകർന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. അതിൻ്റെ അർത്ഥം പഴയ ആൾക്കാരെ തഴയുന്നതല്ല. അതിൻ്റെ അർത്ഥം പുനഃസംഘടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെയൊക്കെ ചർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് എവിടെ എത്തിയിട്ടില്ല. ഏതാ? അല്ല, BJP നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അതുണ്ടായിട്ടുണ്ട്. ഏതാ? അല്ല, അനിൽ ആൻ്റണി ഇവിടുന്ന് പോയതല്ലേ. ഇവിടുന്ന് പോയതിൻ്റെ കണക്കല്ലേ എല്ലാവരും എടുക്കുന്നുള്ളൂ. അവിടുന്ന് വന്നതിൻ്റെ കണക്കാരും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് വന്നതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇതിന്ന് 10 പേര് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ അതിന്ന് വന്നപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. ഇക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. കാരണം നവീൻ ബാബു ഏതാ പാർട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഇടതുപക്ഷക്കാരനായിട്ട് പോലും ഒരു പരാതി ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കണ്ണൂരൊക്കെ അദ്ദേഹം ADM ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്കോ മുസ്ലിം ലീഗുകാർക്കോ പോലും അദ്ദേഹത്തിനെക്കുറിച്ച് ഒരാക്ഷേപവും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ ഒരു ആത്മഹത്യയാണ്. അതുപോലും സംശയമാണ് കുടുംബത്തിന്. അപ്പോൾ അതിൽ അന്വേഷണം നടത്തണം. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തിൽ ആ കുടുംബത്തിന് വിശ്വാസമില്ല. കാരണം കേസിൽ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ദിവ്യയെ സംരക്ഷിക്കുന്നത് CPM ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻ മാഷ ഭാര്യ എന്നെ പോയിട്ട് സ്വീകരിച്ചത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ അവർക്കും വിശ്വാസമില്ല, കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഈ വിഷയം നിഷ്പക്ഷമായിട്ട് CBI അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്ങനെ? അതെ, അല്ലെങ്കിൽ സർക്കാർ ഇതിനെ ഭയപ്പെടുന്നത് എന്തിനാ? CBI അന്വേഷണം നടക്കട്ടെ ഇക്കാര്യത്തിൽ. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ഉടനെ ശക്തമായിട്ട് സമരം ഉണ്ടാവും, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. കാരണം ഇത് ഇരുട്ടടിയാണ്. എത്ര മണി കൂട്ടുന്നത്? ഇനി കൂട്ടാൻ പോവാ, അത്രേ ഏപ്രിലും കൂട്ടാൻ പോവാണ്. ഇങ്ങനെ വൈദ്യുതി ഇതായിട്ട് ജനങ്ങളിങ്ങനെ ഞെക്കണോ? KCBയുടെ കാര്യക്ഷമത ഇല്ലാത്തതിന് കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കരുത്. അത് ഞങ്ങൾ സമരം ഉണ്ടാവും. അത് ആ സമരം ഉടനെ പ്രഖ്യാപിക്കും പാർട്ടി. അല്ല, സമരം എന്ന് പറഞ്ഞാൽ പിന്നെ CPMകാർ പ്രതിപക്ഷത്തുള്ളവർ ചെയ്ത പോലെ എല്ലാം എറിഞ്ഞ് നശിപ്പിക്കാനൊന്നും ഞങ്ങളില്ല. കാരണം ഇതൊക്കെ ഈ പൊതുമുതലൊക്കെ നാളെ UDF അധികാരത്തിൽ വരുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടതല്ലേ. അതൊക്കെ ഇപ്പോഴേ ഞങ്ങൾ എറിഞ്ഞ് തറക്കാൻ പാടുണ്ടോ? അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അല്ല, ആക്ഷൻ എന്താ നോക്കിയിട്ടല്ലേ സമരത്തിന് ഇറങ്ങാൻ പറ്റൂ. ഒരാൾ മരിക്കുമ്പോഴേക്കും സമരം ചെയ്യാൻ പാടുമോ? അത് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പാർട്ടി രംഗത്ത് വന്നു. അത് ശരിയായ സമയത്ത് തന്നെയാണ്. അല്ല, നിലവിലുള്ള നേതൃത്വത്തിന് എന്താ കുഴപ്പം? എന്താ? അല്ല, ചേലക്കരയിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 12,000 ചുരുങ്ങി. പാലക്കാട് ഞങ്ങളുടെ ഭൂരിപക്ഷം 3 ഇരട്ടിയായി, 3 അല്ല 4 ഇരട്ടിയായി.
അത് തന്നെയാണ് വയനാട്ടിലും ഉണ്ടായത്. അപ്പോൾ ഇതേ KPC നേതൃത്വം തന്നെയാണ് ഇതിനൊക്കെ മുൻതൂക്കം നൽകിയത്. അതുകൊണ്ട് KPCCയിലോ പാർലമെൻ്ററി പാർട്ടിയിലോ മാറ്റം വരേണ്ട ഒരു കാര്യമില്ല. അല്ല, ഇപ്പോൾ യുവാക്കളെല്ലാവരും യുവാക്കൾ തന്നെയാണ്, ഞങ്ങളും യുവാക്കൾ.